ഞാൻ വടക്കോട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോട്ടോഷൂട്ട് അതിൽ ഫോട്ടോ എടുത്തൊരു സ്ഥലമുണ്ട്. ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ കടംകുടി ഈ കൊയ്ത്ത്, അതായത് കൊയ്ത്തിന്റെ സമയം ഇതൊക്കെ നെല്ല് വിളഞ്ഞു നിൽക്കുന്നതാണ്. ഇത് കൊയ്യാനുള്ളൊരു സമയം ഞാൻ പറഞ്ഞില്ല ആയിന്ന്, ആ ഒരു സമയമാണ് ശരിക്കും. ഈകൾ ഇങ്ങനെ പറയാറുണ്ട്, അതായത് നെൽകൃഷി ചെയ്താല് മീൻ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. എന്താന്ന് വെച്ചാൽ ഈ കതിരി, അതായത് നെൽകൃഷി ചെയ്യുന്ന കതിരി, എടുക്കാത്ത കതിരി കുറെ കഴിയുമ്പോൾ അത് വീണ് ചീയും. അപ്പൊ ചീഞ്ഞ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറെ സൂക്ഷ്മജീവികളുണ്ടാവും. അതിൽ നിന്നാണ് ഈ മീനുകളൊക്കെ ഭക്ഷിക്കുന്നത്. അപ്പൊ നേരത്തെ തീറ്റകളൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് കടംകുടിയുടെ മെയിൻ ജംഗ്ഷൻ. ഇത് വലത്തേക്ക് പോകുന്നത് വടക്കേ സൈഡും അതായത് വടക്ക് ചാത്തനാട് സൈഡും, ഇടത്തെ സൈഡ് പിഴല്ല, അതായത് തെക്ക് ഭാഗമാണ് ഇടത്തെ സൈഡ്. നമ്മളിപ്പോൾ വടക്കോട്ടാണ് പോകുന്നത്. ഞാൻ വടക്കോട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോട്ടോഷൂട്ട്, അതായത് എൻ്റെ ഫോട്ടോ എടുത്തൊരു സ്ഥലമുണ്ട്. ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വടക്ക് കുറച്ചുകൂടി നല്ല വ്യൂ ഉണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഈവനിങ് ടൈമാണ് ശരിക്കും ആ ഒരു സൈഡ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ മോർണിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ സൈഡ്. നമുക്ക് ഈവനിങ് സൈഡാണ് അപ്പുറത്തെ സൈഡ്, അതായത് ചാത്തനാട് ആ ഒരു സൈഡ്. ഈ റോഡ് അവസാനിക്കുന്നത് ചാത്തനാട് ആണ്, അതായത് ചാത്തനാട് എൻഡാണ്. അവിടത്തേക്ക് ഇപ്പൊ ജങ്കാറ എന്നുള്ളത്. ഇപ്പൊ നേരത്തെ പാലം വരുന്നുണ്ട്. അതായത് ഇപ്പൊ പറൂര്, കടംകുടി, പേഴല, പിന്നെ എവിടെയാണ് അല്ല കോതാട്, മൂലമള്ളി, അങ്ങനെ കണക്ട് ചെയ്ത് കണ്ടെയ്നർ റോഡ്. നമുക്ക് കണ്ടെയ്നർ റോഡ് വഴി പോയാൽ കാണാം ആ ഒരു റോഡ്. അവിടെ ഒരു പാലം വന്നിട്ടുണ്ട്. ഇപ്പൊ പേഴയിലേക്ക് കണക്ട് ചെയ്തിട്ട്, അതായത് കണ്ടെയ്നർ റോഡിൽ നിന്ന് പേഴയിലേക്ക് കണക്ട് ചെയ്തിട്ട് പാലം വന്നിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ ഇങ്ങോട്ടേക്കാണ് വരുന്നത്, നേരെ കടമക്കുടി ടച്ച് ചെയ്ത് ചാത്തനാട്, അത് പറൂര്. അപ്പോൾ ഇത്ര കിലോമീറ്ററും ഇത്ര മണിക്കൂറും കുറയും എന്നാണ് പറയുന്നത്. അതായത് പറൂർക്കുന്ന് എറണാകുളത്തേക്ക് എനിക്ക് അധികം സമയം എടുക്കില്ല, അല്ലെ, ഏകദേശം 20-25 മിനിറ്റോ എടുക്കുകയുള്ളൂ. കറക്റ്റ് ഇപ്പോൾ കണ്ടെയ്നർ റോഡ് എങ്ങനെയാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ നിന്ന് വരുന്ന റോഡ് നേരെ കണക്ട് ചെയ്ത് എറണാകുളത്തേക്ക് വരുന്നത്. അപ്പൊ അത്രയും കിലോമീറ്റർ കുറയും. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാനപ്പോൾ അത് നിങ്ങളെ വൈകിട്ടത്തേക്കുള്ള ഈവനിങ് വ്യൂ ഉള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ ആ കാണുന്ന സ്ഥലം കേട്ടോ, അതൊരു കെട്ടാണ്. പിന്നെ ലെഫ്റ്റ് സൈഡ് ഒരു പുഴയാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ശരിക്കും ഈ ഒരു പോയിന്റ്, ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ പെട്ടെന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ കടമക്കുടിയിൽ വരുന്ന ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ വരുമ്പോൾ നമുക്ക് ആ സ്ഥലം പെട്ടെന്ന് അറിയില്ല. അത് കുറച്ച് ഉള്ളിലേക്ക് വരണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം കാണിക്കുന്നത് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ് ശരിക്കും. അത് ഫോട്ടോ ഇവിടെ അറിയാവുന്ന ആളുകളാണ് കൂടുതലും വരാറ്. ഇവിടെ അറിയുന്ന വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാരായാലും അങ്ങനെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്കാണ് ഈ വഴി അറിയാവുന്നത്. അതായത് കൂടുതൽ ഈ വഴി അറിയാവുന്നത്. എങ്കിൽ പോലും ആളുകളെ അന്വേഷിച്ച് കണ്ടു വരാറുണ്ട്. പക്ഷെ പൊതുവെ ആൾക്കാർ വന്നിട്ട് കടംകുടിയുടെ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരലുള്ള കുറവാണ്. നേരത്തെ കണ്ട പാടത്ത് വന്ന് ഫോട്ടോ എടുത്ത് പോവുക എന്നുള്ളതാണ് ചെയ്യാറ്. ഇവിടെ എന്ന് വെച്ചാൽ പരിചയമുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത്, ഇവിടെ അങ്ങോട്ടേക്ക് ചെമ്മീൻ ഉണക്കുന്ന സ്ഥലമുണ്ട്, കെട്ടുണ്ട്. ഇത് ചെളി വാരി കെട്ടിട്ടേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചിറയ്ക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഈ ചെളി വാരി കൂട്ടിയിട്ടേക്ക് പോകണം ഇങ്ങനെ. അപ്പോൾ ഈ ചെളി ഇങ്ങനെ ഇവർ കൂട്ടിയിട്ട് അതിങ്ങനെ ഉറച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ നടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഇതുപോലെ ചെളി വാരി കൂട്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ചിറയ്ക്ക് ബലം കൂട്ടുക എന്നാണ് പറയുക ഇതിന് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചൂണ്ടിയിടാൻ വരാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല പൂളാനേയും നല്ല പൊരിക്കനെയും കരിമീനെയും ഒക്കെ കിട്ടാറുണ്ട്. ഇതാണ് കമ്പനി കെട്ട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇതുണ്ട, ഇത് ഭയങ്കര വലിയ കെട്ടാണ് ഇവിടുത്തെ. ഇതിൻ്റെ തൂമ്പിൻ്റെ വീതി കണ്ടോ. ഞാൻ പറയാം 2 ആളടി പൊക്കം ഉണ്ടാവും ഈ സ്ഥലങ്ങളിലൊക്കെ കേട്ടോ. ഇവിടെയാണ്, ഇത് പുഴയാണ് കേട്ടോ. ഇതാണ് വരാപ്പുഴയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നത്. ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചടയങ്ങാടാണ് കേട്ടോ. ആ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ തൂമ്പ് എടുത്ത് മാറ്റിയേക്കുവാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കണ്ടോ. അപ്പോൾ നേരത്തെ നമുക്ക് അങ്ങോട്ട് നടന്ന് പോകായിരുന്നു. നോക്കിയേ, ഇപ്പോൾ ആ തൂമ്പ് എടുത്ത് മാറ്റിയേക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ ചെളി വാരിയിട്ടേക്കുവാണിത്. അപ്പോൾ എവിടെ തൂമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. ഇത് എവിടെ കണ്ടോ. അതും ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ്. ആ മരങ്ങളിലൊക്കെ മരവും ആ ഒരു ബിൽഡിങ്ങിൽ ആ മരം പിടിച്ച് കയറിയേക്കാണ്. അത് പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ. പക്ഷേ ഇപ്പോൾ ഈ തൂമ്പെടുത്ത് മാറ്റിയേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇല്ലാന്ന് നമുക്ക് അതുകൂടി കാണാമായിരുന്നു. പിന്നെ ആ നേരെ കാണുന്ന സ്പോട്ട് കൊണ്ടോ, അത് ചെമ്മീൻ ഉണക്കുന്ന സ്ഥലമാണ്, കളം എന്ന് പറയും. അതായത് ചെമ്മീൻ ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ് ആ ഒരു കളം. നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്.
സത്യം പറഞ്ഞാൽ ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ അതിൻ്റെ തൂമ്പ് താത്തുന്നത് പിറ്റേ ദിവസം രാവിലെയാണെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഈ വീഡിയോ. അപ്പം തൂമ്പ് താത്തുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ്. സാധാരണ ഞാൻ 6:30 എഴുന്നേൽക്കാത്തതാണ്. 6:30 എഴുന്നേറ്റ് നേരെ പോകുന്നു. എൻ്റെ നേരെ അരുൺ ഇപ്പോൾ വരും. അവനവിടെ നേരത്തെ ഇന്നലെ പാലത്തിൻ്റെ അവിടെ പോയി നിൽക്കും. വന്ന സമയത്ത് എൻ്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുമായിരിക്കും കേട്ടോ. ചേട്ടന്മാരൊക്കെ ഇവിടെ റെഡിയാണ്, റെഡിയാക്കാൻ വേണ്ടി കേട്ടോ. ഇവിടെ 6 മാസം നെൽകൃഷിയും 6 മാസം മത്സ്യകൃഷിയും. 6 മാസം മത്സ്യകൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർഷക്കെട്ട് എന്ന് പറയും. വർഷക്കെട്ട് ഏകദേശം 3 മാസത്തോളമാണ്. അതായത് ആ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നല്ല വെള്ളത്തിൽ കൃഷി ചെയ്യുന്നതാണ് ഈ വർഷക്കെട്ട് എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 3 മാസം 2 മാസമൊക്കെ ഉണ്ടാവുള്ളൂ വർഷക്കെട്ട് എന്ന് പറയുന്നത്. അരുൺ പുതുശ്ശേരിയിൽ സൈക്കിളോട്ടാൻ പോയി രാവിലെ 6 മണിക്കുണ്ടാകും. അരുൺ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 6 മണിയാകുമ്പോൾ പോകും. പക്ഷെ എന്നെ കൊണ്ട് നടക്കില്ല 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത്. അരുൺ ഇപ്പോൾ ഒന്നും കുറച്ച് സമയം എടുക്കും ഇത് ശരിയാണ്. വെള്ളം പറ്റണം, വെള്ളം പറ്റിയിട്ടാണ് ഇത് ഇറക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് ചേട്ടന്മാരെല്ലാവരും ഉണ്ട്. അതുപോലെ ഞങ്ങളും ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുവാണ്. ഇതെൻ്റെ അനിയനാണ് കേട്ടോ. രാവിലെ വിളിച്ച് എഴുന്നേപ്പിച്ചോണെന്നാണ്. വലിയ തെച്ചിട്ടില്ല. ഈ പെട്ടെന്ന് വെള്ളോർക്കോന്ന് ഇത് വലിയ ചാകണ്ടല്ല. ആ വെള്ളത്തിലിറങ്ങുന്ന ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ പറഞ്ഞത് അവർ പണിത് വെച്ചേക്കുന്ന തൂമ്പ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോരുവാണ്. കാരണം എന്ന് വെച്ചാൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ചുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ അവർ പോയിട്ടത് ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിക്കും. എന്നിട്ട് വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴാണ് ഈ തൂമ്പിലേക്ക് വെക്കുന്നത് കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറയും. ഇവിടേക്ക് ഇത് കണ്ടോ, ആ ചേട്ടൻ നേരത്തെ ചവിട്ടി ഇങ്ങനെ വെറുതെ ചവിട്ടിയപ്പോൾ പിന്നെ പൊട്ടി പോകും. അത് ഒരു പ്രാവശ്യം ചെളി വാരി ഇട്ടണം. ഞാൻ ഒന്ന് പറഞ്ഞു ബലപ്പെടുത്തണമെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടുകഴിയുമ്പോൾ നോക്കുമ്പോഴുണ്ട് ഞാൻ ചവിട്ടും വേണ്ട ഇടിഞ്ഞിടിഞ്ഞ് പോവാണ്. ഇതിൻ്റെയൊക്കെ ഒരു കാലാവധി കഴിഞ്ഞു. ഇത്രയും നാൾ ഒരു കാലാവധി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും ചെളി വാരിയിട്ട് അത് ബലപ്പെടുത്തണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കെട്ട്. പണ്ടൊക്കെ രാവിലെ വന്നെല്ലാവരും ഇവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇടുമായിരുന്നു കേട്ടോ. നല്ല പൂളാനും നല്ല മീനൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് ആരും വരുന്നില്ല ചൂണ്ടിയിടാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റുന്നില്ല. ആകെ വരുന്നത് കുറച്ച് ഈ ഉള്ളേരി അറിയാവുന്നവർ കുറച്ച് പേര് മാത്രമാണ് ഫോട്ടോ അതിൽ സേവ് ദ ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വരുന്നത്. അല്ലാത്തവരിപ്പോൾ ആൾക്കാർ വരുന്നത് കുറവാണ്. പിന്നെ ഇതുപോലെ പണിയും നടക്കുന്നതുകൊണ്ട് ചെളിയൊക്കെ വാരിയിട്ടതുകൊണ്ട് അവർക്ക് വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വന്ന വഴി കണ്ടില്ലേ ഭയങ്കര ചെളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വന്നപ്പോൾ തന്നെ എൻ്റെ ഫോൺ വെള്ളത്തിൽ പോയില്ല, തെറിച്ച് വെള്ളത്തിൽ പോകാറായി. ആദ്യത്തിന് വെള്ളത്തിൽ പോയില്ല, അല്ലാതെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവരത് മറിക്കുവാണ്. നേരത്തെ വെള്ളത്തിലിട്ട് വരല്ല, അത് മറിച്ചിടുവാണ്. ഇപ്പം എത്ര പേരാണെന്ന് നോക്കി എനിക്ക് തോന്നുന്നു ഒരു 9-10 പേരുണ്ടെന്ന് തോന്നുന്നു അവിടെ. കണ്ടോ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ കടമക്കുടിയിൽ വരുവാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല പല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇത് ഒരുപാട് നാളുകളായി ചെയ്യുന്ന എന്താ പറയുക പഴയ കാലം തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണിത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഇതുപോലെ കടംകുടി ഇതുപോലെ നാടുകളിലൊക്കെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ കെട്ട് ബലപ്പെടുത്തുന്നതും ചിറ ബലപ്പെടുത്തുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഒരു കെട്ടി വലിച്ചുകൊണ്ട് കേട്ടോ, ആ നേരത്തെ ഇത് ബണ്ടിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ വഞ്ചി കെട്ടിയിട്ട് കെട്ടിയുടെ അടുപ്പിക്കും. അപ്പോൾ നേരത്തെ ഈ കെട്ടിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ കൊണ്ടുവന്ന് എന്താ പറയുക ചകിരി കൊണ്ടുവന്നിട്ടായിരുന്നു ഇവിടെ ചെളിക്ക് വേണ്ടിയിട്ട്. അത് ചെളി മിക്സ് ചെയ്തിട്ടത് ചെളി ഈ വണ്ടിൻ്റെ അടിയിലേക്ക് ഇടും. അപ്പോൾ അത് കുറച്ചുകൂടി ബലം കിട്ടും. ഈ മധുരാനും മാളാന്ന് പറഞ്ഞ സാധനമൊക്കെ തുളച്ച് കയറാണ്ടിരിക്കുന്നത്, തുളച്ച് കയറും പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇത് കുറച്ച് കളയേണ്ടി ഇത് ചെളി ഇതുപോലെ ഇതാക്കി മിക്സ് ചെയ്തിട്ട് ഉണ്ട പോലാക്കിയിട്ട് അടിയിൽ അടിച്ചിടും അല്ലേ, ടൈറ്റ് ചെയ്യുന്നു നിൽക്കുന്നത്. പിന്നെ മുതലാളി തന്നെ പറയട്ടെ അല്ലേ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സുമേഷ് അല്ലേ. ചേട്ടനാണ് ഈ പ്രാവശ്യം കേട്ടിട്ടല്ലേ? ഒന്ന് ഇത് ഇതായിട്ട് പറയാമോ? അല്ല ഇപ്പം അടിച്ച് കയറ്റുന്ന എനിക്കത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തൂമ്പ് ചെയ്യുമ്പോഴേക്കും അടിക്കുന്ന മധുരാൻ പോലെയുള്ള പാമ്പ് പോലെയുള്ള മീനുകളൊക്കെ പോകും. അത് പോവാതിരിക്കാൻ വേണ്ടി ഈ ചകിരി അതിനകത്തോട്ട് ഒരു ആനപ്പിണ്ടത്തിൻ്റെ അത്രയുള്ള ആകൃതിയിൽ ചെളിയും ചകിരിയും കൂടി മിക്സ് ചെയ്ത് സാധനം അടിച്ച് ടൈറ്റ് ചെയ്യും. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെയും പോവും. ഇങ്ങനെയാണ് തൂമ്പ് ഉറപ്പിക്കുന്നത്. ഈ ഇത് കൊണ്ടുവന്നേക്കുന്നത് എന്ത് ചെയ്യാനാണ്? ഈ മോള അവിടെ മോളടിക്കുന്നത് ഇത് ചിറ ബലപ്പെടുത്തുന്നതിൻ്റെ ആവശ്യത്തിന് കുത്തി അടിച്ചിട്ട് അതിന്മേൽ ചാക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള നെറ്റ് വെച്ചിട്ട് ചിറ ബലപ്പെടുത്തുന്ന പരിപാടിയാണത്. അത് വർഷം ചെയ്യണത്. അല്ലാതെ ഇതുപോലെ ഇടിഞ്ഞു പോയി ഡാമേജ് വരും. അല്ലേ? ഇപ്പൊ ഇങ്ങനെ നടന്നു നോക്കാൻ കാരണം എന്താണ്? ആ കട്ടയെ കടപ്പണ്ടാന്ന് നോക്കണല്ലേ? ആ ഓക്കെ. ഇവര് തൂമ്പിരിക്കൂലല്ലേ? ആ ഓക്കെ. ചെളി തന്നെ വെക്കണല്ലേ? ആ ഉണക്കക്കട്ടയുടെ ഉണ്ടെങ്കിൽ തൂമ്പിരിക്കില്ല. അത് കാരണം ഇപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്ത് മാറ്റുവാണ്. ഇപ്പം നല്ല ആഴുണ്ട് ഇവിടെ. ഇപ്പം അവരത് നേരത്തെ എടുത്ത ചകിരി എടുത്ത ചെളിയിൽ മിക്സ് ചെയ്ത് കണ്ടോ, ചെളിയിൽ മിക്സ് ചെയ്ത് വെച്ച് വേണം. എന്നിട്ട് ഇത് ചവിട്ടി താത്തും. അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. കണ്ടോ മിക്സ് ചെയ്ത് ചെളി നേരെ വണ്ടിയിലേക്ക് ഇടുവാണ് അവർ. ഉണ്ട പോലെ ആക്കി ഇടണ്ട, നേരെ ചെളി അവർ മുങ്ങി അത് ചവിട്ടി താത്തും. ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാ ബണ്ട് ഇതുപോലെ വർഷത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നല്ല ബലം ഉണ്ടാവില്ല. അവർ മിക്സ് ചെയ്യുന്നു. അതെടുത്ത് ചെളിയായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ വെള്ളത്തിലിട്ടിട്ട് അത് ചവിട്ടി താത്തും. ഈ പറഞ്ഞ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇതുപോലെ ഗ്രാമീണമായ സ്ഥലങ്ങളിൽ നാട്ടുമ്പുറ സ്ഥലങ്ങളിൽ മാത്രമേ കാണൂ അല്ലേ? നമ്മളെ പോലുള്ള സിറ്റിയിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ കുറേ ബിസി ആയിട്ടുള്ളവർക്കൊന്നും ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കമ്പനിക്കെട്ടിലാണ്. കടംകുടിയിൽ കുറച്ച് എന്താ നമ്മൾ പാടത്ത് ഇത് നേരെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വരിക ആ സ്ഥലത്തായിരിക്കുള്ളൂ. പക്ഷേ ഇത് കുറച്ചുകൂടെ അകത്തോട്ടൊക്കെ വന്നാൽ കമ്പനിക്കെട്ട് എന്നുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ പൊതുവെ ആൾക്കാർക്ക് അറിയാൻ പറ്റാത്ത സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാമെന്നല്ലാണ്ട് പുറത്തുനിന്നൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ അറിഞ്ഞു. അപ്പോൾ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ വന്നം കണ്ടോ. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ വഞ്ചിലിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ തൂമ്പിൻ്റെ തട്ട് അടിഭാഗം കെട്ടിക്കൊണ്ടേക്കണം. ഇപ്പുറത്തെ കൂടി കയറ് കെട്ടിയിട്ടുണ്ട്, അപ്പുറത്തെ കെട്ടിയിട്ടുണ്ട്. അത് രണ്ട് ഇതിൻ്റെ അടി തൂമ്പിൻ്റെ അടിഭാഗം ഈ വഞ്ചിയുടെ അടിയുണ്ട്. അത് നേരെ ഈ നടുക്കോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെളി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചവിട്ടി താത്താൻ വേണ്ടിയിട്ട് ഒരാ ചെളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോട്ടെ. തട്ടിപ്പോൾ മുകളിലേക്ക് പൊക്കുവാട്ടെ. വെള്ളത്തിന് മുകളിലേക്ക് തട്ട് അവർ പൊക്കുവാണ് എല്ലാവരും കൂടിയിട്ട്. കണ്ട എത്ര പേരുണ്ടെന്ന് നോക്കി ആ തട്ട് പൊക്കാൻ വേണ്ടിയിട്ട് കണത് കണ്ട പൊങ്ങി വരുന്നുണ്ട് തട്ട്. ഇതാണ് ഏറ്റവും അടിഭാഗം കേട്ടോ. തൂമ്പിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ഇപ്പോൾ കാണുന്നത്.
ഇതൊക്കെ കൊടുക്കണ സാധനം നോക്കിട്ട് തളിക്കണത് അല്ലേ? ഇത് എന്താണ് സംഭവം? അത് മറ്റേ ഇതിന് കൊടുക്കണം, മുത്തപ്പനോട് പറയും. ആ മുത്തപ്പനോട് വേണ്ട ഈ പറയണല്ലേ? ഇത് തളിക്കണേണ്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഒഴിക്കണേ ഇന്നലെ വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ട് ചാത്തണ്ണ എന്നൊക്കെ പറയണേ. ഇതൊക്കെ ജവാനല്ലേ ഒഴിക്കണത്? ജവാൻ ആ വെക്കാടി, ഇവരുടെ വെക്കാടി. അതേ ചവിട്ടി താത്തണ്ട. അപ്പൊ മുതലാളിയാണ് കയറിയിരിക്കണത് നടുക്ക്. അതായത് ചവിട്ടി താത്തി എല്ലാവരും കൂടി ചവിട്ടി താത്തിയാണ് കാണുന്നത് കേട്ടോ. ഇതാണ് തൂമ്പിന്റെ ഒരു സൈഡ് കേട്ടോ. ഇത് കെട്ടി വലിച്ചിട്ട് അവര് ഇവിടെ കൊണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ അടിഭാഗം താഴ്ത്തിയല്ലോ, ഇനി സൈഡ് ഭാഗമാണ്. അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് കേട്ടോ ഈ സൈഡ് കയറ്റാനായിട്ട്. ഇവര് വലിച്ചു പൊക്കുകയാണ് ഒരു സൈഡ് കേട്ടോ. നല്ല കഷ്ടപ്പാടുണ്ട് ഈ സാധനം വലിച്ചു പൊക്കാനായിട്ട് കേട്ടോ. ഈ സംഭവം സംബന്ധിച്ചാൽ ഇതിന് ഈ തൂമ്പ് ഇരുത്തുവാണ്. അത് കറക്റ്റ് ലെവലിലാവാൻ വേണ്ടിയിട്ട് അവർ കയറിയിരുന്നു ചവിട്ടി കാത്ത്. ഇപ്പോൾ കറക്റ്റ് ലെവലിലല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കയറിയിരുന്നു ചവിട്ടി താത്തുവാണ്. അപ്പൊ ഇങ്ങനെയാണ് കടമക്കയിൽ വിശേഷങ്ങളൊക്കെ. ഇങ്ങനെയാണ് താത്തുന്നത്. അപ്പൊ കാണാൻ മനസ്സിലാവും. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ എന്തായാലും നമുക്കിനി ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്ന് എടുത്താട്ടോ. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു എത്ര മണിയാണ്? ഏകദേശം ഒരു 9:30. ഞാൻ 6:30 എഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ 9:30 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും പക്ഷേ ഇതൊക്കെ കണ്ട് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും കാണാം കേട്ടോ. ബൈ.